ഹമാസ് വക്താവ് അബു ഒബൈദയെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഗാസയിൽ ശനിയാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് വക്താവ് കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ചു. ഗസയിലെ സായുധ ഗ്രൂപ്പായ ഹമാസിന്റെ പ്രധാനികളിൽ ഒരാളാണ് അബു ഒബൈദ. 2 പതിറ്റാണ്ടായി ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ വക്താവാണ് അദ്ദേഹം. 2023 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണവും തുടർന്ന് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങുകയും ചെയ്തതോടെയാണ് അബു ഒബൈദ എന്ന പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞത്. മുഖം മറച്ചാണ് അബു ഒബൈദ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത വീഡിയോകളിൽ ഹമാസിൻ്റെ ആക്രമണ വിവരങ്ങൾ, ഇസ്രായേലിനുള്ള മുന്നറിയിപ്പ് എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. 2 പതിറ്റാണ്ടിനിടയിൽ അബു ഒബൈദയെ വധിക്കാൻ നിരവധി ശ്രമങ്ങൾ ഹമാസ് നടത്തി. നിലവിലെ യുദ്ധത്തിനിടെ 2 തവണയാണ് വധശ്രമം ഉണ്ടായത്. എപ്പോഴും മുഖം മറച്ച് പ്രത്യക്ഷപ്പെടുന്ന അബു ഒബൈദയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയൂ. ഹമാസ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരോ മുഖമോ പശ്ചാത്തലമോ വെളിപ്പെടുത്തിയിരുന്നില്ല. 2005 ഒരു അഭിമുഖത്തിൽ 1948 സയനിസ്റ്റുകൾ തൻ്റെ കുടുംബത്തെ ബലമായി പുറത്താക്കുകയും ഗാസ മുനമ്പിലെ ഒരു ഗ്രാമത്തിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. 1980കളുടെ തുടക്കത്തിലാണ് ജനനമെന്നും പ്രായം 20കളിലാണെന്നും അന്ന് അഭിമുഖത്തിൽ അബു ഒബൈദ പറഞ്ഞു. 2014 ഹമാസിലെ ചിലർ പറഞ്ഞത് യഥാർത്ഥത്തിൽ അബു ഒബൈദ ആരാണെന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ എന്നാണ്. 2000-നും 2005-നും ഇടയിൽ അദ്ദേഹം സ്വീകരിച്ച പേരാണ് അബു ഒബൈദ. ഖസാം ബ്രിഗേഡുകളുടെ വക്താവായി അബു ഒബൈദ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് 2004-ലാണ്. ആ ഒക്ടോബറിൽ വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനിടെ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. അതിനുശേഷം ഹമാസിൻ്റെ വെബ്സൈറ്റിലൂടെയും അനുബന്ധ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രസംഗങ്ങളും യുദ്ധകളത്തിലെ അപ്ഡേറ്റുകൾ നൽകുന്ന ഗ്രൂപ്പിൻ്റെ ഏക സൈനിക വക്താവായി അദ്ദേഹം മാറി. ഹുദൈഫ സമീർ അബ്ദുള്ള അൽ ഖഹത്ത് എന്നാണ് അബു ഒബൈദയുടെ യഥാർത്ഥ പേരെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. അബു ഒബൈദയെ വധിച്ചതിന് IDF-നെയും ഷിൻബെറ്റിനെയും കാറ്റ്സ് അഭിനന്ദിച്ചു. മറ്റ് ഹമാസ് നേതാക്കളെയും വധിക്കുമെന്നും കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. 2013 അബു ഒബൈദ ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയതായി പ്രമുഖ മാധ്യമമായ വൈനെറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. യഹൂദമതം, ക്രിസ്തുമതം, ഇസ്ലാം ഇവയ്ക്കിടയിലുള്ള വിശുദ്ധ ഭൂമി എന്ന വിഷയത്തിൽ ഒരു തീസീസും തയ്യാറാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് അബു ഒബൈദയുടെ കുടുംബം അഷ്കലോണിനടുത്തുള്ള നലിയ ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സമീപ ദശകങ്ങളിൽ വടക്കൻ ഗാസയിലെ ജബാലിയയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. 2008-നും 2012-നും ഇടയിൽ ഇസ്രായേൽ അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ നിരവധി തവണ ബോംബാക്രമണം നടത്തിയതായും വൈനെറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു.